ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ബൈക്ക് ഒത്തിരിയായി എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബൈക്ക് എടുത്തിട്ട് ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വ്ളോഗാക്കാനും കൂടെ ഉള്ള ഇതായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ഒന്ന് ബൈക്ക് എടുത്ത് പുറത്ത് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ക്വാളിറ്റിയും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാനിത് മൊബൈൽ ക്യാമറയിലല്ല എടുക്കുന്നത്, ആക്ഷൻ ക്യാമറയാണ്. അപ്പം ബൈക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഔട്ടിങ് പോലെ ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഒരു റൗണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ബൈക്ക് ഞാൻ 2022 ഇത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ബൈക്കാണിത്. പിന്നെ നമ്മൾ ഈ മൈലേജ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ല ബൈക്കാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്, കാണാൻ നല്ല രസമാണ് ഈ വണ്ടി. പിന്നെ ഇത് ടി വി എസിൻ്റെ ബൈക്കാണ്, RR310 എന്ന് പറയുന്നൊരു ബൈക്കാണ്. അപ്പം ഞാൻ ഈ ബൈക്ക് ഇപ്പം 12,000 കിലോമീറ്റർ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ ഫുള്ളായിട്ട്, 2 വർഷം കൊണ്ട്. വലിയ ഓട്ടോ ഇല്ല, എന്നാലും നല്ല വണ്ടിയാണ്. പിന്നെ സർവീസ് സെൻറ്ററിൻ്റെ കുറച്ച് ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പിന്നെ ഡ്രൈവിങ് കംഫർട്ടും നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാനായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും എൻ്റെ ഈ ചാനലിൽ. അപ്പോൾ ഞാൻ മൊബൈൽ ക്യാമറ മാറി ഇപ്പോൾ ആക്ഷൻ ക്യാമറ ആയപ്പം അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് എങ്ങനെ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ ബൈക്കിൽ തന്നെ ഒരു ഡ്രൈവായിട്ട് എടുത്തത്. ഇനിയിപ്പോൾ നമ്മളതിൽ റെഗുലർലി ഒരു 2-3 ഡേയ്സ് ഇടവിട്ട് എന്തായാലും നമ്മളതിൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ചാനലിൽ. നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പം ഈ പറഞ്ഞ കണക്ക് ഇനിയിപ്പം ഇവിടെയെല്ലാം നല്ല ഡെവലപ്മെൻറ്റ് ആവുന്ന ഏരിയയാണ്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഓൾറെഡി ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, ഇനിയിപ്പോൾ ഡെവലപ്പ് ആവും എന്തായാലും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളെല്ലാം ഇട്ടായിരുന്നു. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, റോഡൊക്കെ നല്ല മോശമായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ ഇട്ടു നല്ല രസമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും കൂടെ അവർ എന്തായാലും പുതുക്കും, കാരണം ഓൾറെഡി ഫുൾ വർക്ക് നടക്കുക. ബൈപ്പാസും കാര്യങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് എല്ലായിടത്തും നല്ല പണി നടക്കുക. പിന്നെ ഇൻസൈഡ് റോഡ് തന്നെയാണ് ഇപ്പോൾ ആകെ ഉള്ളത്, കാരണം ബൈപ്പാസ് ആയാലും എല്ലായിടത്തും ഇപ്പോൾ വർക്കിങ്ങും ഇതും ആയതുകൊണ്ട് എല്ലായിടവും ഈ പറഞ്ഞ നമുക്ക് ബ്രേക്ക് ചെയ്താണ് വരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയും ഇത് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഈസി റൂട്ട് ഇൻസൈഡാണ് ഇപ്പോഴും ട്രിവാൻഡ്രത്ത് ഫുള്ളായിട്ട്, കാരണം വർക്കിംഗ് ഇതായിട്ട് നടക്കുന്നുണ്ട്.
ഞാനിപ്പോൾ വണ്ടി അവിടെ നിന്ന് തിരിച്ച് ഇനിയിപ്പോൾ ബൈപ്പാസിലോട്ടൊന്ന് കയറിയിട്ട് ഹൈവേ ആയിട്ടൊന്ന് ഓടിച്ച് നോക്കാം. പിന്നെ വണ്ടി നല്ല കംഫർട്ടാണ്, യൂസാക്കാൻ നല്ല കംഫർട്ടാണ് ഹൈവേ ഒക്കെ വരുമ്പോൾ. പിന്നെ ഇത് ഇച്ചിരി ലീനാണ്, നമ്മൾ ഇച്ചിരി ഒന്ന് വണ്ടിയിലോട്ട് ആഞ്ഞ് കിടക്കണം. പിന്നെ ഷോൾഡർ പെയിനൊക്കെ ആദ്യം ഉണ്ടാവും, പിന്നീട് യൂസ് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ 208 കിലോ എങ്ങാണ്ട വെയിറ്റ് ഉണ്ട് വണ്ടി, 200 സംതിങ് കിലോ വെയിറ്റ് വരുന്നുള്ള വണ്ടിയായത്. വണ്ടിയുടെ ഫുൾ റിവ്യൂ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ ബൈപ്പാസിൽ ഓടിക്കാൻ നല്ല സ്മൂത്താണ്. ഇപ്പോൾ ഈ റോഡെല്ലാം വന്നതിന് ശേഷം നല്ല രസമാണ്. പിന്നെ ഈഞ്ചക്കലൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുക റോഡ് ഫുള്ളായിട്ട്. 2 വർഷത്തിനകത്ത് അതിൻ്റെ വർക്ക് തീരുമെന്നാണ് പറയുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയെല്ലാം.